ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നലെ 30 ദിവസത്തെ വ്രതത്തിന് ശേഷം നമ്മുടെ ചെറിയ പെരുന്നാൾ ആഘോഷമായിരുന്നു. പക്ഷേ ഇന്നലെ നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ മെനഞ്ഞാന്ന് രാത്രി തന്നെ മെഹന്തി എല്ലാം കയ്യിലിട്ടായിരുന്നു. നല്ലവണ്ണം ചുവന്നു. ഇന്നലെ രാവിലെ ആയപ്പോൾ നല്ലവണ്ണം ചുവന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 5:30 മണിയായി കാണും. അപ്പോൾ നമസ്കരിച്ചതിന് ശേഷം ഞങ്ങൾ ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊടുത്തായിരുന്നു. അതായത് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നവർ പാവപ്പെട്ടവർക്ക് 2.5 കിലോ അരി വീതം കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 4 ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ 4 പേരുടെ പങ്ക് 4 പാവപ്പെട്ടവർക്ക് കൊടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് കടന്നു. ഒരു 6:30 മണിയായി കാണും ഇപ്പോൾ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പോൾ പള്ളിയിൽ 8 മണിക്കാണ് പള്ളിയിൽ നമസ്കാരം തുടങ്ങുന്നത്. അപ്പം അച്ചായും മോനും പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. അതാണ് ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടി കിച്ചണിലേക്ക് ആയിരുന്നു. നമ്മൾ മട്ടൻ കറി ഉണ്ടാക്കി. മട്ടൻ കറിയും പത്തിരിയുമായിരുന്നു. പത്തിരിയല്ല, ഒറട്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പം അതുണ്ടാക്കിയതിന് ശേഷം മോനും നെച്ചും ഇല്ലായിരുന്നു. നെച്ചു ഉച്ചയ്ക്ക് വരത്തുള്ളൂ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. മച്ചായും മോനും പള്ളിയിൽ പോയി. അപ്പോൾ എൻ്റെ സഹോദരൻ്റെ മോൾ വീട്ടിലുണ്ടായിരുന്നു. അവർക്ക് മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തായിരുന്നു. അപ്പം അതും അവർ പള്ളിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ നല്ലവണ്ണം ചുവന്നു. അപ്പം മച്ച പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം മോളെയും കൂടെ കൂട്ടി നിർത്തി ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് പള്ളി പിരിഞ്ഞിട്ട് പപ്പായും എൻ്റെ സഹോദരൻ്റെ മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ആ മോൻ പിണങ്ങി നിൽക്കുവാണ്. അവനെ കൂടെ പള്ളിയിൽ കൊണ്ടുപോയായിരുന്നു. പക്ഷേ എന്തിനോ പിണങ്ങി നിൽക്കുവാണ്. ഫോട്ടോയ്ക്ക് വിളിച്ചിട്ട് വന്നില്ല. അത് കഴിഞ്ഞ് അവരങ്ങ് പോയായിരുന്നു. പിന്നെ അതിനുശേഷം ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കിച്ചണിലേക്ക് കയറി. മട്ടനും ബീഫും ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ കബ്സയാണ് ഉണ്ടാക്കിയത്. മച്ചക്ക് വെള്ളച്ചോറ് മതി എന്ന് പറഞ്ഞു. മോനും പിന്നെ മോൾ ഉച്ചയ്ക്ക് വരും. മരുമോനും ഉച്ചയ്ക്ക് വരും. അപ്പോൾ അവർക്ക് വേണ്ടി കബ്സ ഉണ്ടാക്കി. മച്ചക്ക് വെള്ളച്ചോറും ഉണ്ടാക്കിയായിരുന്നു. സലാഡും പപ്പടവും ഒക്കെ കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് നല്ലവണ്ണം ഫുഡെല്ലാം കഴിച്ചായിരുന്നു. പക്ഷേ ഫുഡൊന്നും വേണ്ട, കാരണം നോമ്പായതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ഏകദേശം 30 ദിവസം വരെ കഴിക്കാതിരുന്നതുകൊണ്ട് അത്ര ഫുഡൊന്നും ആവശ്യമില്ലായിരുന്നു. എങ്കിലും പേരിന് മാത്രം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് സ്വീറ്റ്സിന് വേണ്ടി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി, മുട്ടസുറുക്ക ഉണ്ടാക്കി. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം മോളെത്തിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇറങ്ങിയായിരുന്നു. പിള്ളേർ ലുലുവിലൊക്കെ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അങ്ങനെ മോനും ഞാനും മച്ചായും നച്ചുവിൻ്റെ ഇക്കുവും കൂടി ലുലുവിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. പുറത്തിറങ്ങിയത് ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. നച്ചുവൊക്കെ അന്നേരം വന്നതേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ മച്ച ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കും ഇത് രാവിലെ ഇട്ട ഡ്രസ്സാണ്. അപ്പോൾ ഞാനൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ മോനാണിപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നിന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഹാരിക്കുട്ടൻ്റെ 3-4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും നല്ലവണ്ണം അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ച് ആഘോഷിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഈവനിങ്ങിൽ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവൻ്റെ ഫ്രണ്ട്സും അവർ വേറെ കാറിൽ ആണ് കൂടെ വന്നത്. പിന്നെ എൻ്റെ നാത്തൂൻ്റെ മച്ചയുടെ സഹോദരിയുടെ പിള്ളേരുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി. പിന്നെ അത് മച്ചയും റെഡിയായി വന്നു, ഞാനും റെഡിയായി വന്നു. അപ്പം ഞങ്ങൾ പുറത്തെല്ലാം ലുലുവിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം മന്തിയാണ് ഉണ്ടാക്കിയതായിരുന്നത് രാത്രിത്തേക്ക്. അപ്പം മന്തിയും കഴിച്ചു. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നോമ്പ് സമയത്ത് ഞങ്ങൾ വാങ്ങിയ ഫ്രൂട്ട്സും ഞാൻ ഗ്രേപ്പ് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് സമയത്ത്. അപ്പോൾ അതെല്ലാം കൂടെ രാത്രിത്തേക്ക് കഴിച്ചായിരുന്നു. പുറത്തുനിന്ന് ഐസ്ക്രീം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം വീട്ടിൽ വന്ന് ഇതെല്ലാം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ റംസാൻ ഇത്രയൊക്കെ ആയിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തെ റംസാൻ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ആഘോഷിക്കാൻ പടച്ചവൻ വിധി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.